നമസ്കാരം, മഴനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ UDF സർക്കാരിന് ഇരട്ട പ്രഹരം. പാമ്പുലിൻ കേസിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ചീഫ് ജസ്റ്റിസ്. അഴിമതി ഇടപാടുകൾക്ക് ഉമ്മൻചാണ്ടി ഉപയോഗിച്ചെന്ന് സരിത എസ് നായർ. കുറ്റ്യാടിയിൽ UDF പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതായി CPIM. വീടുകളിലെത്തി വ്യാപകമായി പണം വാഗ്ദാനം ചെയ്യുന്നു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതായി ഇളമരം കരീം. പാലക്കാട് തെരഞ്ഞെടുപ്പ് പോരാട്ടം കനത്തു. ഫലം പ്രവചനാതീതമായി. BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകം. അവസാന ലാപ്പിൽ നാദാപുരത്തും ശക്തമായ മത്സരം. തെരഞ്ഞെടുപ്പിന് ശേഷം LDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ CPI ഇടപെടില്ലെന്ന് K. ഇസ്മയിൽ. തീരുമാനം മുന്നണിയിൽ കൂടുതൽ സീറ്റുള്ള പാർട്ടിയുടേത്. LDF യോഗത്തിൽ അഭിപ്രായം പറയുക മാത്രം ചെയ്യുമെന്നും ഇസ്മയിൽ. കേരളം ബൂത്തിലെത്താൻ 5 ദിവസം മാത്രമേ ഉള്ളൂ. അവസാനവട്ട അടിയൊഴുക്കുകളെ സ്വാധീനിക്കുന്ന പല വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിനിടയ്ക്ക് സർക്കാരിന് ഇരട്ട പ്രഹരം കിട്ടി. സുപ്രീം കോടതിയിൽ നിന്നും സരിതയിൽ നിന്നും. സർക്കാരിന് ആദ്യ പ്രഹരമേറ്റത് സുപ്രീം കോടതിയിൽ നിന്ന്. പാമുലിൻ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം സുപ്രീം കോടതി കേട്ടില്ല. റിവിഷൻ ഹർജി ഹൈക്കോടതിയിലാണെന്ന് എന്തിന് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കോടതി ചോദിച്ചു. ഈ ഘട്ടത്തിൽ ആരെയും കുറ്റവിമുക്തരാക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. വിചാരണ തുടരാമെന്നും കോടതി വ്യക്തമാക്കി. അതിന്റെ വെളിച്ചത്തിൽ അവിടെ നിർബാധം ഈ കേസ് തുടരാമെന്നും പെൻഡൻസി ഓഫ് ദിസ് പ്രൊസീഡിംഗ്സ് ബിഫോർ ദ സുപ്രീം കോർട്ട് അതൊരു തടസ്സമാവില്ലെന്നും സുപ്രീം കോടതി അതിന്റെ ഓർഡറിൽ പറയുന്നുണ്ട്. രണ്ടാം പ്രഹരം സരിതയുടെ വക. തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചവരുടെ പേര് സരിത തന്നെ തുറന്നു പറഞ്ഞു. ഇപ്പൊ ഡിജിറ്റൽ എവിഡൻസിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന എവിഡൻസിനകത്ത് ഇതിനകത്ത് ഒരു 6-7 പേരുടെയാണ്. ബാക്കിയുള്ളത് 13-ാം തീയതിയല്ല. ശ്രീ ഉമ്മൻചാണ്ടി, ചാണ്ടി ഉമ്മൻ, പിന്നെ മന്ത്രിമാരായ AP അനിൽകുമാർ, അടൂർ പ്രകാശ്, അരിയടം മുഹമ്മദ്, പിന്നെ KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, വിഷ്ണുനാഥ്, പിന്നെ മോൻസ് ജോസഫ് MLA, പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള N. സുബ്രഹ്മണ്യം KPCC ജനറൽ സെക്രട്ടറി, ഇപ്പോൾ കോഴിക്കോട് ഉള്ളതാണ്. സൈലന്റ് എലിമിനേറ്റർ ആണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു അഴിമതി നമ്മുടെ ബോൾഗാട്ടി പാലസിൻ്റെ ഉള്ള ലുലുവുമായിട്ട് സംബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിനകത്തും എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഏതൊക്കെ ഇനിയൊക്കെ അഴിമതിക്കകത്ത് ഇദ്ദേഹം എന്നെ ടൂൾ ആക്കിയിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരികയാണ്. അംഗവൈകല്യമുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുങ്ങിക്കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് വീൽ ചെയറുകൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനായി അംഗപരിമിതർക്കും മുതിർന്ന പൗരന്മാർക്കുമായി പോളിംഗ് ബൂത്തുകളിൽ ലഭ്യമാക്കുന്നതിന് ജില്ലയിലെ ബാങ്കുകൾ 60 വീൽ ചെയറുകളാണ് സംഭാവന ചെയ്തത്. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ലീഡ് ബാങ്ക് മാനേജർ NA അരവിന്ദാക്ഷനിൽ നിന്നും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ E. ദേവദാസൻ വീൽ ചെയറുകൾ ഏറ്റുവാങ്ങി. ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ബാങ്കുകളുടെ സഹകരണത്തോടെയാണ് വീൽ ചെയറുകൾ സംഭാവന ചെയ്തത്. ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും അംഗപരിമിത സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് വീൽ ചെയറുകൾ നൽകുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീൽ ചെയറുകൾ ഏറ്റുവാങ്ങി ബൂത്തുകളിലെത്തിക്കും. റിപ്പോർട്ടർ, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കണ്ണൂർ ജില്ലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി തുടങ്ങി. സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ള ജില്ലയിൽ മുൻപ് എങ്ങും കാണാത്ത തരം സുരക്ഷാ സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. 23 കമ്പനി കേന്ദ്രസേനയെയാണ് ജില്ലാ ഭരണകൂടം കണ്ണൂരിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആകെയുള്ള 1629 ബൂത്തുകളിൽ 1006 പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇതിൽ അതീവ പ്രശ്നബാധിത കേന്ദ്രങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു കഴിഞ്ഞു. സേനയ്ക്ക് പുറമെ 1045 ബൂത്തുകളിൽ വെബ് ക്യാമറയും സ്ഥാപിക്കും. കണ്ണൂർ ജില്ലയിലെ ഈ പ്രാവശ്യം ശക്തമായിട്ടുള്ള സുരക്ഷാ നടപടികളാണ് നമ്മൾ എടുത്തു വരുന്നത്. ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വളരെ വിപുലമായിട്ടുള്ള വീഡിയോ കോൺഫറൻസ് ആയി കഴിഞ്ഞു. അതിനകത്ത് കണ്ണൂരാണ് ഓബ്വിയസ്ലി ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം 5 തലത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 13 കമ്പനി കേന്ദ്രസേനയാണ് ഇതിനകം ജില്ലയിലെത്തിയത്. BSF, CISF, CRPF, ITBP, രാജസ്ഥാൻ സ്പെഷ്യൽ ആംഡ് പോലീസ് എന്നിവരടങ്ങുന്നതാണ് കേന്ദ്രസേന. അതിനിടെ ഓപ്പൺ വോട്ട് ചെയ്യാൻ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. കാഴ്ച വൈകല്യമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി പ്രത്യേക സ്ലിപ്പ് നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. റിപ്പോർട്ടർ, കണ്ണൂർ.
സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി CK ജാനുവിന്റെ പ്രചാരണത്തിനായി രാജ്യസഭാ എംപിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി എത്തി. വോട്ടർമാരെ ആവേശത്തിലാഴ്ത്താൻ NDAയുടെ നേതൃത്വത്തിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സുരേഷ് ഗോപി NDA മുന്നണി സ്ഥാനാർത്ഥി CK ജാനുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബത്തേരിയിലെത്തിയത്. പിന്നീട് മോട്ടോർ ബൈക്കുകളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ പ്രചാരണ സമ്മേളന വേദിയിലേക്ക്. തുടർന്ന് വെള്ളിത്തിരയിലെ ഡയലോഗുകളെ ഓർമ്മപ്പെടുത്തും വിധം UDF-നെയും LDF-നെയും വിമർശിച്ചുള്ള പ്രസംഗം. ജനങ്ങളെ അവരുടെ വോട്ട് വാങ്ങി വൈകാരികമായി അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന 2 മുന്നണികളെയും നട്ടുപൊടിച്ച് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി CK ജാനുവിന് ഒന്നും ചെയ്യേണ്ടി വരില്ലെന്നും അതിനു മുൻപ് തന്നെ എല്ലാം നടപ്പാക്കാൻ താൻ ശ്രമിക്കുമെന്നുമുള്ള ഉറപ്പും നാട്ടുകാർക്ക് നൽകി. ഗോത്രവർഗത്തിന്റെ ജീവിതത്തിന്റെ ഉന്നമനം, അവരുടെ ആവാസ വ്യവസ്ഥിതിക്ക് ഒരു ഉറച്ച പ്രഖ്യാപനം, അത് നടപ്പിലാക്കൽ, ഇതൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഞാൻ BJPക്കുള്ളിൽ NDAക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ NDAക്കെതിരെ പോരാടും എന്ന് പ്രഖ്യാപിച്ച സഹോദരി ജാനുവിനോട് എനിക്കുള്ള അപേക്ഷ, അതിന് പോരാടാൻ അവർക്ക് മുമ്പേ ഒരു 15 വർഷം മുമ്പേ തയ്യാറെടുത്ത് വന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ. അത് തീർച്ചയായിട്ടും ആ നിർവഹണം ഞാൻ നടത്തിയിരിക്കും. അതിനുവേണ്ടി CK ജാനു യുദ്ധം ചെയ്യേണ്ടി വരില്ല. അരമണിക്കൂർ മാത്രം മണ്ഡലത്തിൽ ചെലവഴിച്ച സുരേഷ് ഗോപി കാത്തുനിന്ന ആരാധകരെ ആവേശത്തിലാക്കി CK ജാനുവിന് വോട്ടുകൾ നൽകണമെന്ന് പലതവണ അഭ്യർത്ഥിച്ച ശേഷമാണ് മടങ്ങിയത്. റിപ്പോർട്ടർ, വയനാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ LDF-നെ പിന്തുണയ്ക്കാൻ കേരള കുറുമൻ സമാജത്തിന്റെ തീരുമാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണച്ചുവെങ്കിലും അവഗണിച്ചു എന്നാണ് സമാജത്തിന്റെ പരാതി. വയനാട്ടിലെ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിലും കുറിച്യ സമുദായാംഗങ്ങളെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ നേരത്തെ തന്നെ കുറുമൻ സമാജം പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതിന് DCC അംഗങ്ങളിൽ നിന്ന് പോലും പിന്തുണയും ലഭിച്ചിരുന്നു. ജില്ലയിലുടനീളം വിളിച്ചു ചേർത്ത കുറുമൻ സമാജം പ്രാദേശിക യോഗങ്ങളിൽ സമുദായത്തെ അവഗണിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ 5 വർഷം UDF MLA സ്വീകരിച്ചതെന്നാണ് പൊതുവെയുള്ള വികാരമെന്ന് കുറുമ സമാജം ജില്ലാ പ്രസിഡന്റ് B. കാർവർണൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും മനസ്സിലായതുകൊണ്ട് ഇന്നിപ്പം എല്ലാവരും തന്നെ നമ്മുടെ സമുദായ സംഘടനയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ LDF രാഷ്ട്രീയ കക്ഷിയെ നമ്മൾ നിർത്തുന്ന നമ്മുടെ സമുദായത്തിൽ നിന്ന് രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ നമ്മളെല്ലാ തരത്തിലും സഹകരിച്ച് വിജയിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ വന്നത്. സമുദായത്തിന് നിർണായക വോട്ടിംഗ് ശതമാനമുള്ള ബത്തേരിയിൽ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് വിവിധ മേഖലാ കമ്മിറ്റികളുടെ തീരുമാനം. അവസാന നിമിഷം ഞങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ നിരസിച്ചുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ ഇല്ലാത്ത വേറൊരു അംഗത്തെ കൊണ്ട് ഇവിടെ LDF സ്ഥാനാർത്ഥിയാക്കുകയും ഞങ്ങളുടെ ആളുകളെ ഞങ്ങളുടെ സമുദായത്തെ തന്നെ ഭിന്നിപ്പിച്ചുകൊണ്ട് നിങ്ങൾ MLA ആണെന്നുണ്ടെങ്കിലും അയാൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമുദായത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുകയും അതേസമയത്ത് അതിനുശേഷം MLA ആയ ശേഷം ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഒരു കാര്യവും അന്വേഷിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു നിലപാടാണ് IC ബാലകൃഷ്ണൻ ഉണ്ടാക്കിയത്. വയനാട്ടിലെ പ്രബല പട്ടികവർഗ വിഭാഗമായ തങ്ങൾക്ക് 20,000-ലധികം വോട്ട് ഉണ്ടെന്നാണ് സമാജത്തിന്റെ അവകാശവാദം. റിപ്പോർട്ടർ, വയനാട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാദാപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് പേരുകേട്ട നാദാപുരം നിയോജക മണ്ഡലത്തിൽ വികസനമാണ് LDF-ന്റെ മുദ്രാവാക്യമെങ്കിൽ സമാധാനവും സൗഹൃദവുമാണ് UDF വാഗ്ദാനം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീട് കയറിയിറങ്ങിയും മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുത്തും സ്ഥാനാർത്ഥികൾ തിരക്കിലാണ്. ചരിത്രം പരിശോധിച്ചാൽ LDF-നൊപ്പമുള്ള മണ്ഡലം. നാദാപുരത്തുകാർ MLA ആയി തെരഞ്ഞെടുത്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ UDF സ്ഥാനാർത്ഥി പ്രവീൺ കുമാർ പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ വേളയിലാണ് 16 ബോംബ് പിടിച്ചത്. ഉഗ്രശേഷിയുള്ള ബോംബാണ്. 4 എണ്ണം പൊട്ടി. അതിലൊരാണ് മരിച്ചത്. ആ മരിച്ച ചെറുപ്പക്കാരൻ മൃതദേഹം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. 2 കൈപ്പത്തി നഷ്ടപ്പെട്ട അതിഭയാനകമായ രൂപമായിരുന്നു. ഞാൻ ഓർത്തത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. മാസിസ്റ്റ് പാർട്ടി അങ്ങനെ ആലോചിക്കുന്നില്ല. അതേസമയം കഴിഞ്ഞ 5 വർഷത്തെ MLA എന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ മാത്രം തുടർച്ച അവകാശപ്പെട്ടല്ല താൻ വോട്ട് ചോദിക്കുന്നതെന്നാണ് ഇടത് സ്ഥാനാർത്ഥി EK വിജയന് പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ തുടരുക എന്നതല്ല, പുതിയ LDF ഗവൺമെൻറ് വരുമ്പോൾ ഒരു പുതിയ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ളൊരു മാനിഫെസ്റ്റോ വെച്ചാണ് രംഗത്ത് വരുന്നത്. അതിൻ്റെ ഭാഗമായി നാദാപുരത്തിൻ്റെ വികസനവും ഉറപ്പുവരുത്താൻ കഴിയുമെന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്കുള്ളത്. കടത്തനാട്ടിൽ പോരാട്ടം കടുക്കുകയാണ്. വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഇടതുമുന്നണിയും അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടി വലതുമുന്നണിയും വോട്ട് ചോദിക്കുന്നു. ഏതായാലും ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ മെയ് 16 വരെ കാത്തു നിൽക്കണം. നാദാപുരത്ത് നിന്നും TK സബീന, റിപ്പോർട്ടർ.
കുറ്റ്യാടിയിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണങ്ങളുമായി CPIM. കോടീശ്വരനായ പാറക്കൽ അബ്ദുള്ള വീടുകളിൽ കയറി വോട്ടിന് പണം നൽകുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ആരോപിക്കുന്നു. കച്ചവടം മാത്രം നടത്തി പരിചയമുള്ള സ്ഥാനാർത്ഥി എന്തും പണം കൊടുത്ത് നേടാനാകുമെന്ന ധാരണയിലാണെന്നും എളമരം കരീം പറഞ്ഞു. കോഴിക്കോട്ടെ BJP UDF വോട്ട് കച്ചവടം വെളിപ്പെടുത്തിയാണ് കുറ്റ്യാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളക്കെതിരെ CPIM ആരോപണം ഉന്നയിച്ചത്. ഗൾഫ് വ്യവസായിയായ സ്ഥാനാർത്ഥിക്ക് സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ച് അറിവില്ല. കോടീശ്വരനായ ഇയാൾക്ക് എന്തും പണം കൊടുത്തു വാങ്ങാമെന്ന ധാരണയാണ്. വീടുകൾ കയറി പണം നൽകിയാണ് പാറക്കൽ അബ്ദുള്ള വോട്ട് വാങ്ങുന്നതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞു. വീടുകളിൽ കയറി വലിയ തുക ഓഫർ ചെയ്യുക, ഓപ്പൺ വോട്ടിന് പണം ഓഫർ ചെയ്യുക, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എടുത്ത് പരിശോധിച്ചാൽ ആ സീറ്റ് തന്നെ ഒരു പേയ്മെന്റ് സീറ്റാണെന്നുള്ള വിവാദം UDF-നകത്ത് പോലുണ്ട്. BDJS-നെ മുൻനിർത്തി UDF RSS വോട്ട് കച്ചവടം ജില്ലയിൽ നടക്കുന്നുണ്ടെന്നാണ് CPIM ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം. MK മുനീർ മത്സരിക്കുന്ന കോഴിക്കോട് സൗത്തിലും BJP വോട്ട് നേടാൻ RSS-ഉമായി ലീഗ് ചർച്ച നടത്തിയെന്നും CPIM ആരോപിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്. ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും മണ്ഡലത്തിൽ നിറയുമ്പോൾ പാലക്കാട്ടെ പോരാട്ടം ഇക്കുറി പ്രവചനാതീതമാണ്. നഗരസഭ ഭരിക്കുന്ന BJP അധികമായി പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്ന് ചോരുമെന്ന ആശങ്കയിലാണ് ഇരുമുന്നണികൾ. പാളയത്തിൽ പടയായിരുന്നു തുടക്കത്തിൽ BJP-യെ ആശങ്കയിലാഴ്ത്തിയിരുന്നത്. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ജില്ലാ പ്രാദേശിക നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നു. സംഘപരിവാറിന്റെ ഉഗ്രശാസനയും മുൻ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാറിന് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിത്വവും ലഭിച്ചതോടെ പോരിന് താൽക്കാലിക ശമനമായി. BJP-ക്ക് വേരോട്ടമുള്ള മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് നിറഞ്ഞാടുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തിയ മിന്നുന്ന പ്രകടനം ഇത്തവണ പാലക്കാട്ട് താമര വിരിയുന്നതിന്റെ സൂചനയാണെന്ന് ശോഭ അവകാശപ്പെടുന്നു. രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അവർ ഒരു സാധാ MLA ആയിട്ട് കേരള നിയമസഭയ്ക്കകത്ത് ഇരിക്കും. ഈ പാവം ഞാൻ ജയിച്ചാൽ എനിക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ വിവിധ കേന്ദ്രമന്ത്രിമാരുടെ കൂടെ 3 മാസത്തിലൊരിക്കൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ബോഡിയിൽ ഇരിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. മറുവശത്ത് ഷാഫിയാകട്ടെ വികസന തുടർച്ചയ്ക്ക് വോട്ട് തേടിയുള്ള അലച്ചിലാണ്. 5 വർഷം കഴിഞ്ഞിട്ടും പഴയ ഗ്ലാമറിന് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല. എണ്ണിപ്പറയാൻ ചില പേരെടുത്ത പദ്ധതികൾ വേറെയും. കഴിഞ്ഞ തവണത്തെ പോലെ പാളയത്തിൽ പടയില്ലാത്തത് ആത്മവിശ്വാസം തെല്ലൊന്നുമല്ല വർദ്ധിപ്പിച്ചത്. വിജയമുറപ്പിക്കാൻ പിന്നെ വേറെന്തു വേണം? കാലാവസ്ഥയുടെ ചൂട് ചെറുതായിട്ടും തണുത്തിട്ടുണ്ട്. വേനൽ മഴ പെയ്തപ്പം ആളുകളുടെ മനസ്സിൽ ചെറിയൊരു കുളിർമയുണ്ട്. പ്രചരണത്തിന്റെ ചൂടിന് ഒട്ടും കുറവില്ല. നല്ല ആവേശത്തിൽ തന്നെയാണ്. പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ, പരമാവധി വീടുകളിലേക്ക് ചെല്ലാൻ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം, ഓപ്പൺ ജീപ്പ് ഉൾപ്പെടെയുള്ള ഫുൾ സ്ട്രെങ്ത്തിലുള്ള വർക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണദാസിനെ കളത്തിലിറക്കിയത് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണെന്നാണ് വിവരം. മുൻ MP എന്ന നിലയിൽ അദ്ദേഹം പാലക്കാട്ട് നടത്തിയ വികസന പ്രവർത്തനം എണ്ണിപ്പറഞ്ഞാണ് ഇടതുമുന്നണിയുടെ പ്രചരണം മുന്നേറുന്നത്. പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത കൃഷ്ണദാസ് മണ്ഡലത്തിൽ ശക്തമായൊരു മത്സരം പോലും നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചു തരില്ല. വികസനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു തൊഴിൽ സ്ഥാപനം ഉണ്ടാവണം, വ്യവസായം വരണം, കൃഷി നന്നാവണം, വ്യാപാരം ശക്തിപ്പെടണം. ഇതിനെയാണ് ഞാൻ പഠിച്ച എക്കണോമിക്സിൽ വികസനം എന്ന് വിളിക്കുക. അതിന് 3 ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ കൃഷി നന്നായില്ല, വ്യവസായം ഉണ്ടായില്ല, വ്യാപാരം ഉണ്ടായില്ല. പിന്നെന്ത് വികസനം നടന്നത്? ഇടതുകോട്ടകളായ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളും UDF ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തും BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയും ചേർന്നതാണ് പാലക്കാട് മണ്ഡലം. BJP അധികമായി പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്ന് ചോരുമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ പാലക്കാട് മണ്ഡലം ഇത്തവണ ആർക്കൊപ്പമെന്ന് വ്യക്തമാകൂ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ UDF യുഗം അവസാനിക്കുമെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട സർക്കാരാണ് കേരളത്തിലും കേന്ദ്രത്തിലും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വേങ്ങരയിൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കാരാട്ട്. പതിവ് പോലെ സംസ്ഥാന സർക്കാരിനും മോദി സർക്കാരിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് വേങ്ങരയിൽ സംസാരിച്ചു തുടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ UDF യുഗം അവസാനിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. The chapter of this UDF government should be closed and a new chapter opened when the LDF government takes office. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട സർക്കാരാണ് കേരളത്തിലേതെന്നും പെരുമ്പാവൂരിൽ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പൂർണ്ണ പരാജയമാണെന്നും എല്ലാ അർത്ഥത്തിലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നതെന്നും കാരാട്ട് പറഞ്ഞു. Brutal rape and murder of a young Dalit woman in Perumbavoor. UDF government have
tackle the crime, but the police have failed to identify and catch the culprits. UDFന്റെ മദ്യനയം തമാശ നിറഞ്ഞതാണ്. നിലവിൽ മദ്യ ഉപഭോഗം ക്രമാതീതമായി വർദ്ധിച്ചിട്ടേ ഉള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേങ്ങരയിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PP ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോർട്ടർ, മലപ്പുറം. പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടങ്ങളുടെ സജീവ ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യത്യസ്തമായ പ്രചാരണ രീതികൾ ഇതിനായി സ്വീകരിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രമാണ് ഇന്ന് ചുവരെഴുതി. ഹായ് ബ്രോ. ഹായ് മച്ചു. ഇന്ന് ഇലക്ഷനിലടാ? യെസ് ഡാ. ലീവല്ലേ? ആ ലീവാ. എന്താ പ്രോഗ്രാം? അടിച്ചു പൊളിച്ചാലോ? എങ്ങോട്ടാ? വണ്ടർല. ഐ ആം റെഡി. ഐ ആം ആൾസോ. ഓക്കെ, ഫിക്സ്. ഇപ്പൊ കഥയാട്ടി. ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോന്ന മക്കളെ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? അപ്പൊ നിങ്ങൊന്നും വോട്ട് ചെയ്യുന്നില്ലേ? ഓട്ടാ ഭ്രാന്ത്. അതിന് വേറെ ആളെ നോക്കണം. വോട്ടായിട്ട് എന്ത് കിട്ടാനാ? അതിലൊന്നും ഇല്ല കാറിലെ വില വെച്ച് വെറുതെ സമയം കളയാനായിട്ട്. മക്കളെ, ഈ പ്രായത്തിൽ ഇവർക്കുള്ള ജനാധിപത്യ ബോധം പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വേച്ഛാധിപത്യത്തിന്റെ തിക്തത അനുഭവിച്ചവർക്ക് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മഹത്വം മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും സന്തോഷവും ജനാധിപത്യ സംവിധാനം കൊണ്ടുണ്ടായതാണ്. ജനാധിപത്യം ശക്തിപ്പെടുത്താനായി വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ഇനി ചരിത്രപഥം. LDFും UDFും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. VS ആയിരുന്നു അന്നും LDF പ്രചാരണം നയിച്ചത്. ഭരണ തുടർച്ചയുടെ വക്കിലെത്തിയാണ് അന്ന് വിജയം LDFന് കൈവിട്ടു പോയത്. 2011 ഏപ്രിൽ 13 വോട്ടെടുപ്പ് നടന്നത്. ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം 2011 മെയ് 13 ഫലം വന്നു. 4 സീറ്റുകളുടെ ഭൂരിപക്ഷം UDFന്. 68, 72 എന്നിങ്ങനെയായിരുന്നു UDF LDF സീറ്റുകൾ. LDFിൽ 93 സീറ്റിൽ മത്സരിച്ച CPIM 44-ൽ ജയിച്ചു. CPI 13, JDS 4 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. UDFിൽ കോൺഗ്രസ് 38-ൽ വിജയിച്ചു. മുസ്ലിം ലീഗ് 20-ഉം കേരള കോൺഗ്രസ് 9-ഉം സീറ്റ് നേടി. 2011 മെയ് 18 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ 20-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇലക്ഷൻ ഡെസ്ക്, റിപ്പോർട്ടർ. മഷ്നോട്ടം പൂർത്തിയാവുകയാണ്.